ഓ എന്തോ നമ്മത് മതി. ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്താലാണ് മുടിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വന്നിട്ടേ മുടി നന്നായിട്ട് വളരും. ബാക്കി അതൊക്കെ പോയി. വാ തുറന്നു വെച്ചിട്ടല്ലേ വാടിച്ചിട്ടേക്കണം. നല്ലത് ചെയ്ത് തരുമ്പോഴത്തേക്കും കുറ്റം പറയണം. ആ എന്തോന്നിടി കൊറേ നേരമായല്ലോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അടിപൊളിയല്ലേ? ആ എന്ത് വേണേ? കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓഫേഴ്സ് ഉണ്ടോ? ഓഫേഴ്സ് അല്ല ഇവിടെ ഒരു ഉണ്ടോ ഒന്നുമില്ലേ? ഓഫർ ഉണ്ടെങ്കിൽ എന്ത്? കഴിഞ്ഞ പ്രാവശ്യം offers ഉണ്ട്. ഇത് കൊള്ളാവോ? ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. ഡ്രസ് കൊള്ളാവോ? ഏത്? അയ്യോ. അടിപൊളിയല്ലേ? ഇത് കൊള്ളാം. നല്ല ഉടുപ്പ്. എനിക്ക് ചേരും. അതെനിക്ക് തരൂലേ? നന്നായിരിക്കും. ആടെ ഈ സിനിമ നടിമാർക്കൊക്കെ ഇതൊക്കെ ഇട്ട നന്നായിട്ട് ചെയ്യും. നിങ്ങളെ കിട്ടാൻ ഒരു കാശിന് ഉള്ളിലായിരിക്കും. ആ ഡ്രസ്സിന്റെ വിലയും കൊടുക്കും. എന്താ സിനിമ നടിമാർക്ക് ഡ്രസ് ഇടാം നമുക്കൊന്നും. അവരൊക്കെ നല്ല ഷേപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. നല്ല ഷേപ്പ് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. നീയൊക്കെ എന്തോന്ന്? അതെ എവിടെ എടീ ഇതിനകത്തൊക്കെ കൊറേ സാധനങ്ങൾ കാണും. അതൊക്കെ കാണുമ്പോ നമുക്ക് ആഗ്രഹം തോന്നും. പക്ഷെ വലിയൊരു സത്യം എന്താന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് ചേരില്ലെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കടകളിലേ കിട്ടുള്ളൂ. ഇതൊക്കെ വലിയ വലിയ സിനിമാ നടികൾക്ക് കൊള്ളാം. ഇതൊക്കെ വേറെ പണിയൊന്നുമില്ല. 24 മണിക്കൂർ മൊബൈലിൽ എടുത്ത് വെച്ച് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. ഒന്നെങ്കിൽ വല്ല ഉടുപ്പിന്റെ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വല്ല സിനിമാ നടന്മാരെ മുഖം നോക്കിക്കൊണ്ടിരിക്കണം. അമ്മ ഒരു കിഡിലെ ഓഫർ അമ്മ. ഓഫർ അയ്യോ 50% ഓഫർ. എവിടെ? എന്താണ്? 6000 രൂപയുടെ ഷൂസ് 3000 രൂപയ്ക്ക്. നല്ല ഓഫർ. അല്ലോ എനിക്ക് നന്നായിട്ട് ചേരും. അമ്മ എല്ലാം ബ്രാൻഡ് അമ്മ. ഇതൊക്കെ 3000 രൂപയ്ക്ക് കിട്ടാന്ന് വെച്ചാൽ നിസ്സാര കാര്യമില്ല. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ബ്രാൻഡഡ് ഷൂസ് ഇടണം, ബ്രാൻഡഡ് ഷൂസ് ഇടണം. ഇതിപ്പോ നൈസിന് 3000 രൂപയ്ക്ക് കിട്ടും, ഇടയും ചെയ്യാം. പുറത്തുപോയി ഞാൻ മേടിക്കട്ടെ. അയ്യോ 6000 രൂപയുടെ ഷൂസ് ഓഫർ കഴിഞ്ഞ് 3000 രൂപ. 3000 രൂപയുടെ ഷൂസ് അല്ലേ? അപ്പൊ തന്നെ നിനക്ക് വാങ്ങിച്ചു തരാം കേട്ടാ. 3 രൂപയുടെ സാധനം പറയും പോലെയാണല്ലോ നീ 3000 രൂപയുടെ സാധനം വാങ്ങിച്ചു തരാൻ പറയണേ. 6000 രൂപയാണ് 3000 രൂപ. 1000 രൂപയുടെ ഷൂസ് 3000 രൂപയ്ക്ക് ഓഫർ കിട്ടുന്നതിന് പകരം 1000 രൂപയുടെ ഷൂസ് 500 രൂപയ്ക്ക് ഓഫർ കിട്ടുന്നു. നീ നോക്ക്, അതാവുമ്പോ കിട്ടും. അതും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. 500 രൂപയുടെ താഴെ വല്ല ഓഫറും ഉണ്ടോ മക്കളെ എന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ അച്ഛൻ. കറക്റ്റ്. 3000 രൂപയുടെ ഷൂസ് വാങ്ങിക്കാന്നാ. അതൊക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് എനിക്ക് തരും. ഓടിച്ചല്ലേ ഇപ്പൊ തരും. എടി അങ്ങനെ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ നീ പറയണേ എന്ത് ഞാൻ സാധിപ്പിച്ചു തരും. ഉറപ്പാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ തയ്യാറായിരുന്നു. തയ്യാറാവാം. നോക്കിയിരുന്നു. ഇത് നൈസായിട്ട് ഞാൻ മേടിക്കും. നീ കണ്ടോ? നീ പോ, നീ പോ. ഓ ബെറ്റ്. ശരി കേട്ടോ. 6000 രൂപയുടെ ഷൂസ് 3000 രൂപയ്ക്ക് ഇപ്പൊ അച്ഛൻ ചെന്നാ മതി. ഇപ്പൊ വാങ്ങിച്ചു കൊടുക്കും. അവൾ ഒപ്പിച്ചെടുക്കൂ. ചുമ്മാ എവിടെന്ന് കിട്ടൂല അമ്മ ഇതൊക്കെ. മോളെ ഭ്രാന്ത് പിടിക്കുന്നു. എല്ലാം അവൻ കുളമാക്കി വെച്ചിട്ടുണ്ട് രതീഷ്. രതീഷേ ഒരു വർക്ക് ഞാൻ ഏൽപ്പിച്ചതാണ്. അവൻ ചെയ്തോളൂല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയതുമില്ല. എല്ലാം കുളമാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് പറയണോ എന്റെ അടുത്ത് പറയണോ? ഓഫീസിലെ കാര്യമില്ലേ? അച്ഛാ അച്ഛൻ എന്തിനാ അച്ഛാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കണേ? ചുമ്മാ ഇത് വർക്ക് ചെയ്യണം. അച്ഛാ ഇത് ഓഫീസിലെ പണിയല്ലേ? ഓഫീസിൽ തീർത്തിട്ട് വന്നൂടെ അച്ഛന്? വീട്ടിലും വന്ന് ഓഫീസിലെ പണി എടുക്കാന്ന് വെച്ചാ? മോളെ ഇത് ചെയ്തേ പറ്റൂ. എന്താ അറിയുമോ അച്ഛാ, അച്ഛാ കുറച്ച് ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യേണ്ട അച്ഛാ. എപ്പോഴും വീട്ടിൽ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സുഖമല്ല അച്ഛാ. വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യില്ല. പ്ലീസ് അച്ഛാ, പ്ലീസ് പ്ലീസ്. അല്ല എന്ത് മോളെ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ മോളോട് ടൈം സ്പെൻഡ് ചെയ്തില്ലെന്ന് തോന്നിയോ? അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ തോന്നിയപ്പോഴൊന്നും അച്ഛനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയാത്ത. അയ്യോ ഇതേ ഒരു അർജന്റ് വർക്കാണ്. പിന്നെ ഓഡിറ്റ് വരികയാണ്. അപ്പൊ അതിനു മുമ്പ് ഇത് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അച്ഛന് പണി കിട്ടും. അച്ഛന് പണിയാ? അച്ഛൻ ചെയ്തില്ലേ വർക്കുകളൊന്നും? ഞാൻ ചെയ്ത് അത് അവൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നു. രതീഷ് അങ്കിളെ അവൻ എന്താ കുളമാക്കി. പുള്ളി ഒളിയാക്കിയെങ്കിൽ പുള്ളിക്കല്ലേ പണി കിട്ടുള്ളൂ. അച്ഛൻ എങ്ങനെ പണി കിട്ടണേ? ഞാൻ നോക്കി ശരിയാക്കി ചെയ്യേണ്ട കാര്യമില്ലേ? എനിക്കല്ലേ എന്റെ ഉത്തരവാദിത്വം. അച്ഛൻ നല്ല ബിസിയാണോ?
ഈ പണി ചെയ്യണം. അത് കഴിഞ്ഞാൽ എന്നാ അച്ഛൻ ചെയ്തു. ശരി, ഞാനായിട്ട് അച്ഛനെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പോട്ടെ. എന്തോ നീ പറയാൻ വന്നല്ലോ. പറയാൻ വന്നായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഒന്ന് ചിന്തിക്കായിരുന്നു അച്ഛാ, നമ്മുടെ വീടിന്റെ സിറ്റുവേഷൻ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പം അച്ഛന് അതൊരു ബുദ്ധിമുട്ടാവും. സിറ്റുവേഷനാ? എന്ത് സിറ്റുവേഷൻ? അച്ഛൻ എന്ത് ബുദ്ധിമുട്ട് മോള് പറ. അച്ഛന് അച്ഛൻ്റെതായ തിരക്കുകളുണ്ട്. അതുകൊണ്ട് അത് അച്ഛൻ ചെയ്തോളാം. പിന്നെ അച്ഛൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട് അച്ഛന്. അപ്പൊ അച്ഛൻ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. അച്ഛന് വിഷമമൊന്നുമില്ല. പിങ്കി മോളെ എന്ത് പറ്റി? കുഴപ്പമില്ല അച്ഛൻ, വേണ്ട, എനിക്ക് വേണ്ട. ഞാനത് മാറ്റി. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് നില്ല്. ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതൊന്നുമല്ല. പിന്നെ എന്റെ ഒരു ആഗ്രഹം അത് എന്റെ മോളുടെ മുഖം കണ്ടാ മനസ്സിലായി എന്തോ പറയാനുണ്ട്. പറഞ്ഞിട്ട് പോയാൽ പറയടാ. എന്നാ അതങ്ങോട്ട് മാറ്റി വെച്ച് പറയാം. മോളുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കേട്ടിട്ടേ ഉള്ളൂ. ഇതവിടെ ഇരിക്കട്ടെ, നോക്കിക്കോളാം. വേണ്ട അച്ഛൻ, വേണ്ട, കുഴപ്പമില്ല അച്ഛൻ, ഞാൻ പോണം. അതെ, അച്ഛനറിയാം എന്റെ മോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയൂല. എന്ത് വേണം പറയട്ടെ? ഐസ്ക്രീം വേണം? വേണ്ട വേണ്ട, പിന്നെ അതൊന്നും വേണ്ട. പിന്നെ എന്ത് വേണം പറ. എനിക്കൊരു 3000 രൂപ വരും. 3000 രൂപ? എന്തോന്ന് വെച്ചാ പറയണേ? അല്ല ഇപ്പൊ നിനക്ക് 3000 രൂപ? 3000 രൂപ എനിക്കൊരു സാധനം മേടിക്കാം. എന്തോ സാധനം? ഒരു ഷൂസ്. അച്ഛാ 6000 രൂപ ഒരു ഷൂസ് 3000 രൂപയ്ക്ക് കിട്ടും. 3000 രൂപയ്ക്ക് ഷൂസാ? എന്റെ മോളെ എത്ര നിസ്സാരമായിട്ടാണ് നീ പറഞ്ഞ 3000 രൂപയ്ക്ക് ഷൂസ്. അച്ഛനൊക്കെ പഠിക്കുമ്പോഴേ മറ്റേ സ്ലിപ്പർ ഉണ്ടല്ലോ, പള്ളി ചെരുപ്പ്, അതിട്ടുകൊണ്ടാണ് പഠിക്കാൻ പോയത് കോളേജിലൊക്കെ, അറിയാമോ? അതെ, അന്ന് ആ ചെരുപ്പ് ഇട്ട് തേഞ്ഞ് ആ ഉപ്പൂറ്റിയും തള്ളവിരലും ഒക്കെ ഇങ്ങനെ പതിഞ്ഞ് അവിടെ അങ്ങ് കുഴിയാവും. പിന്നെ ചിലപ്പോൾ പൊത്തു കാല് മണ്ണിത്തൊണ്ട് അറിയാം. അങ്ങനെയൊക്കെയാണ് അച്ഛൻ പഠിച്ചത്. നിസ്സാരമായിട്ട് പറഞ്ഞു 3000 രൂപയ്ക്ക് ഷൂസ് വേണമെന്ന്. അതിന്റെയൊക്കെ വില നിനക്ക് അറിയാമോ? പൈസ. അച്ഛന്റെ വള്ളി ചെരുപ്പിന്റെയും വള്ളി നിക്കറിന്റെയും പഴംപുരാണം കേട്ട് ഞാൻ മടുത്തച്ഛാ, മടുത്ത്. അച്ഛന്റെ പഴംപുരാണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു വിലയില്ല. കഷ്ടപ്പെട്ട് പഠിച്ച ഞങ്ങൾക്ക് അറിയാം. അയ്യോ, ഞാൻ അങ്ങനെ സെന്റി അടിക്കാൻ പറഞ്ഞല്ല അച്ഛാ. അച്ഛൻ ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും ഇത് തന്നെയല്ലോ പറഞ്ഞ. അപ്പൊ ഇപ്പം കേട്ട നമുക്ക് ആ ഇത് പോയാ ഫീലങ്ങ്. 3000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കാര്യമൊക്കെ. എന്റെ സ്കൂട്ടർ ടയർ ബാഗ് മോശമായിരിക്കാണ്, അത് ഞാൻ മാറ്റി തന്നെ. അത് 3000 രൂപയോ? അത് അച്ഛാ അതെല്ലാം കൂടെ പറക്കി വിറ്റാ കിട്ടൂലല്ലോ 3000 രൂപ. പോ, പറക്കി വിറ്റാ കിട്ടൂല. അച്ഛൻ പ്ലീസ് അച്ഛൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഇളയ മോളല്ല ഞാൻ. ഇപ്പൊ ഞാൻ എന്റെ ആഗ്രഹം. പിന്നെ 3000 രൂപ മോളൊരു കാര്യം ചെയ്യും. ഇപ്പൊ ഈ 3000 രൂപക്കുള്ള ഷൂ ഇടണമെന്ന് വിചാരിച്ചില്ലേ, അതങ്ങ് മറന്നേക്ക്. ഒരു 150 രൂപയുടെ വല്ല ചെരുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം അച്ഛൻ. സ്ലിപ്പറോ? സ്ലിപ്പറല്ല, ഇപ്പം അങ്ങനത്തെ ചെരുപ്പുകൾ കിട്ടുമല്ലോ. വാങ്ങിച്ചു തരാം. 3000 രൂപ. ഒന്നും കൂടെ അച്ഛൻ ആലോചിക്കൊന്നുമില്ല. പോ. എന്നാലും ഒന്നുമില്ല. മക്കള് ചെല്ല്, വിശക്കണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് പോലെ മാറ്റി കഴിക്ക്. പോ. ശരി. പിള്ളേർക്ക് നിസാരം. അമ്മ, ഈ പട്ടി ചന്തയ്ക്ക് പോകുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലേ? ഇതാ കണ്ടോ? എന്തേ? ഞാൻ വലിയ പ്രതീക്ഷയൊന്നും അല്ലാത്തോട്ട് പോയത്. ഞാൻ അത്ര പെർഫോം ഒന്നും ചെയ്തല്ലോണ്ട് എനിക്കറിയാം. മുഖം കണ്ടു ഞാൻ തോറ്റു തുന്നമ്പാടി വന്നൊരു ഫീൽ ഉണ്ടല്ലോ. അത് പിന്നെ അങ്ങനെയൊക്കെ തോന്നും. നമ്മൾ ജന്മനാ ഉള്ള ഒരു ക്ഷീണമാണതാ. ഞാനേ ഒരു ഐഡിയ പറയട്ടെ, നിനക്ക് പൈസ കിട്ടണ എന്തോ ഒരു ഐഡിയ. നീ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ പോയി ചെന്ന് നിക്കണം. നിൽക്കയോ ഇരിക്കയോ എന്ത് വേണോ ചെയ്യാം. ഒരു മുഷിഞ്ഞ വേഷമായിരിക്കണം. എന്നിട്ട് തോർത്തെടുത്ത് തറയിലിട്ടിട്ട് അവിടെ അങ്ങ് ഇരിക്കുക. പിച്ചെടുക്കാൻ. അതെ, നിനക്കത് നല്ലതായിരിക്കും. ഇല്ല, നിനക്കാണ് ആപ്റ്റ്. നല്ല ഐഡിയ. അതെ, കൂടുതൽ പുച്ഛിക്കൊന്നും വേണ്ട. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് മേടിച്ചു തരും. എന്തിന് വെറുതെ പറഞ്ഞ നാണം കെട്ടത്? അതെന്റെ ബെസ്റ്റ് ഇഷ്യമാണ്. എന്റെ ഫ്രണ്ട്സ് കൂടെ ഉള്ളവരെല്ലാരും ബ്രാൻഡഡ് സാധനം ഇടുമ്പം എനിക്ക് ഇടണം. ഇനി എന്തിനാടി വെറുതെ 3000 രൂപ ചെലവാക്കുന്ന? ആ പൈസക്ക് എത്ര ഷൂസ് മേടിക്കാം? എന്റെ പൊന്നമ്മ, അമ്മ ഈ 3000 രൂപ ഈ ഷൂസ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം ഉപയോഗിക്കാന്നറിയോ? ഈ 500 രൂപ 100 രൂപയ്ക്ക് കിട്ടുന്ന ഷൂസ് ഒക്കെ നമ്മള് ഒരു മാസം കഴിയുമ്പോഴേക്കും അതെടുത്ത് കളയും.
പിന്നെ വീണ്ടും ഓരോ മാസം ഓരോ ഷൂസ് മേടിക്കണം. അതിനെക്കാട്ടി ലാഭമല്ലേ ഞാൻ പറഞ്ഞ കാര്യം. അത് നീ ഇടുന്നുണ്ട്, ഞാനൊക്കെ ഇടണമെങ്കിൽ കുറെ കാലം കിടക്കും. അയ്യോ, നീ പൊതിഞ്ഞ് വെക്കുമായിരിക്കും, ഇടൂലായിരിക്കും. നിനക്കൊക്കെ സ്ലിപ്പേഴ്സിന്റെ ആവശ്യമില്ല. നീ ഷൂസ് ഇടണോ? നീ വർക്കൗട്ട് ചെയ്യണുണ്ടോ? വർക്കൗട്ട് ചെയ്യണോ? അത്ര ഷൂസ് ഇടാണോ? നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. എനിക്കറിയാം ഇത് ചെയ്യണം കേട്ടോ. അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞ നൈസായിട്ട് ആ റൂട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അച്ഛൻ പോയി അടിച്ചു പോയി. ഇപ്പൊ കൊണ്ടുപോയ അമ്മ നടത്തിക്കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ വണ്ടി പിടിക്കേണ്ടി വരും. അവളെ വലിയ പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ഭയങ്കര ലക്ഷ്യബോധമാണ്. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ എങ്ങനെയൊക്കെ നടത്തി എടുക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷെ ഇത് നടക്കൂലല്ലോ. വല്ലാത്ത ലക്ഷ്യബോധം തന്നെ. വാ അടുത്തോട്ട് പോ. പാവടിയോളൂ. നിന്നെ കാണുമ്പോ അമ്മയ്ക്ക് വിഷമം വരുന്നുണ്ടേ. എന്നകാരാ അമ്മ വിചാരിച്ചിട്ട് 3000 രൂപ ഒപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ അച്ഛൻ നോ പറഞ്ഞ സ്ഥിതിക്ക് അമ്മ നടത്തി തരുന്ന ശരിയല്ലല്ലോ. ശരിയാ ഉത്തമയായ ഭാര്യ. അതാണ്. പിങ്കി, ഞാൻ വിചാരിച്ചാൽ ഒരു 3000 രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റും. എന്നാ പിന്നെ തന്നൂടെ? സേവിങ്സ് ആയിട്ട് ഉണ്ട് എനിക്ക് കുറച്ച് പൈസ. പക്ഷെ അച്ഛനും അമ്മയും നോ പറഞ്ഞ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ട്. നിനക്കും സങ്കടം ഉണ്ടല്ലേ? പിന്നെ നിനക്ക് ഞാൻ ഇന്നലെ പപ്സൊക്കെ വാങ്ങിച്ചെന്നൊക്കെ ഓർമ്മയില്ലേ? 50 രൂപയ്ക്ക് കണക്ക് പറയാൻ നാണമില്ലേ? 50 രൂപയ്ക്ക് വിലയില്ലടി. പോട്ടടി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കൂല. അത് ഇത്ര വില കൂടിയ കാര്യമല്ലേ, അതങ്ങ് മറന്നേക്കുന്നു. അങ്ങനെ മറക്കാനൊന്നും പറ്റൂല. എന്ത് മറന്ന? ഞാൻ അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മറന്നു കളയുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല അമ്മ. അപ്പൊ നടക്കൂലെന്ന് നമുക്കറിയാലോ. അച്ഛൻ സമ്മതിച്ചില്ലല്ലോ. നടക്കൂലെന്ന് ആര് പറഞ്ഞു മണി? ആര് പറഞ്ഞു നടക്കൂലെന്ന്? എടി, ഇത് നടക്കാത്ത കേസാണ്. ഇനിയിപ്പോ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിവർത്തിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ മറന്നേക്കും. അമ്മ, നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഐഡിയ. ഇത് നടക്കൂലെന്ന് ആര് പറഞ്ഞു? ഞാൻ ഒരു നേക്കിലൊരു പ്രയോഗം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് നടക്കാന്നേ ഉള്ളൂ. ഞാൻ ഇതുവരെ പ്രയോഗിച്ചില്ല, അതാണ് പ്രശ്നം. എന്റെ പൊന്നു മോളെ, നീ തലകുത്തി മറിഞ്ഞാലും നീ വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോണില്ല. സത്യം. പല്ലി അലച്ചു. പിന്നെ മരത്തിന്റെ മണ്ടേ പല്ലി. പിന്നെ ഒന്ന് പാമാങ്ങോട്ട് എന്നാലും പല്ലി അലച്ചാൽ കാര്യം നടക്കും. അങ്ങനെയാണ് പറഞ്ഞ കാര്യം. പഴംപൊരാണ്. അതെ, നീ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടക്കൂലായിരിക്കും. പക്ഷെ ഞാനൊരു പ്രയോഗം ഇട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കും. എന്ത് പ്രയോഗം? നിന്നെ പോലെയല്ല ഞാൻ. എന്ത് പ്രയോഗം? അത് നീ അകത്ത് വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് ഞാൻ കണ്ടു പഠിക്കാം നിനക്ക് എങ്ങനെയൊക്കെയാണ് ഇത് അച്ഛനെ കൊണ്ട് കാര്യമൊക്കെ സാധിപ്പിച്ചെടുക്കുന്നത്. ഞാൻ ട്രിക്ക് ഇറക്കിയിടും കേട്ടോ. വന്നാ പഠിക്കാം. കൂട്ടെ മണിക്കുട്ടി, കൂട്ടെ. ഓ ഓടറെങ്കി അവള് പൈസ ഒപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് പോണത്. അടിച്ചു മാറ്റമുള്ള പരിപാടിയാണ് അച്ഛന്റെ പേഴ്സൊന്നും. അവളല്ലേ, അവൾ അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. അതാണ് എനിക്കൊരു സംശയം. അവൾ എങ്ങനെ ഒപ്പിക്കുന്നുള്ളത് നോക്കിയല്ല. നോക്കാം. ഇവള് കള്ളിയാണ്, കള്ളി. സോറി അച്ഛാ, സോറി. ക്ഷമിക്കണം, എന്റെ അടുത്ത് ക്ഷമിക്കണം അച്ഛാ. സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അച്ഛാ. എന്തോ പറഞ്ഞു മണി? ഇവള് എന്തോ പറഞ്ഞു? എന്താ പ്രശ്നം? പ്രശ്നം തന്നെ. എന്താ മോളി? അമ്മ, പാവം എന്റെ അച്ഛനെ. പാവം പണ്ട് തൊളയുള്ള വള്ളി ചെരുപ്പ് ഇട്ടോണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഈ 3000 രൂപയുടെ ബ്രാൻഡഡ് ഷൂസ് ഒക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അത് കുഴപ്പമില്ല, നീ ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ അത് നടക്കൂലെന്ന്. പിന്നെന്ത്? അതല്ല അച്ഛാ, എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അച്ഛന്? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ലേ പഴംപൊരാണോ അച്ഛൻ പറയുന്നേക്കെ? മോള് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഞാൻ അച്ഛനെ ഒരു വില തന്നില്ലല്ലോ അച്ഛാ. എന്നോട് ക്ഷമിക്കോ അച്ഛൻ പ്ലീസ്. ഞാൻ അറിഞ്ഞോണ്ടല്ല അച്ഛൻ, അറിഞ്ഞോണ്ട്. മോള് അങ്ങനെ വിഷമിക്കാതെ, കുഴപ്പമൊന്നുമില്ല. തിരിച്ചറിവുണ്ടായല്ലോ. ഇനിയിപ്പോ ഷോപ്പിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ അങ്ങ് പൊക്കിയൂടെ. അതെ, ഞാനുണ്ട് അച്ഛനും സംസാരിക്കുക. സ്ട്രേഞ്ചേഴ്സ് അതിൽ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. സ്ട്രേഞ്ചേഴ്സാ? നമ്മള് സ്ട്രേഞ്ചേഴ്സാ ഇപ്പം. പ്ലീസ് ഒന്നും പാടിച്ചുമിണ്ടായിരിക്കും. ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് വിഷമം വന്നിരിക്കുകയാണ്. മോള് വിഷമിക്കണം എന്തിനാ?
എനിക്ക് ഭയങ്കര സങ്കടം അയച്ചാ. ഞാൻ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു. അച്ഛന്റെ ഈ സിറ്റുവേഷനൊക്കെ ഞാൻ മനസ്സിലാക്കണ്ട അച്ഛാ. ഞാൻ എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒന്നും മനസ്സിലാക്കില്ല. വേറെ ഒരു ഷൂസിന് വേണ്ടിട്ട് ഞാൻ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ല അച്ഛാ. കുഴപ്പമില്ല, അച്ഛൻ വേറൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു തരാം. മോള് കൂട്ടുകാരികളുടെ നടക്കാനല്ലേ, അപ്പൊ നല്ല ചെരുപ്പ് അച്ഛൻ വാങ്ങിച്ചു തരാം. ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ബ്രാൻഡഡ് ഷൂസ് ആണ് ഇടുന്നത്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ ഒരുമാതിരി ഈ കടയിൽ നിന്ന് 150 രൂപയ്ക്ക് കിട്ടുന്ന ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോ എനിക്കൊരു നാണക്കേട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോഴേ എല്ലാരും ഭയങ്കര വെൽ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ നിസ്സാരം നമ്മുടെ ഈ ചാലയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങള് ഇട്ടുകൊണ്ടാണ് പോണേ. കുഴപ്പമില്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇങ്ങനെ ഒരു ഓഫറൊക്കെ വന്നപ്പോ എനിക്ക് തോന്നിയ ബ്രാൻഡഡ് ഷൂസ് ഇട്ടുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും. അതെ 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 അതെ. ഇപ്പം നിനക്ക് ആഗ്രഹമൊക്കെ അങ്ങ് വിട്ടല്ലോ. മിണ്ടായിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ടെന്നാ അവള് പറയാൻ വന്നത്. തിരിച്ചറിവ് ഒന്നുമല്ലേ അവള് പറയണത്? വേണ്ടെന്നാണ് പറഞ്ഞത്. തിരിച്ചറിവ് വന്നു. സില്ലികൾ. എനിക്ക് അച്ഛനെ അച്ഛന്റെ ഹാപ്പിനെസ് ആണ് എനിക്ക് വലുത്. അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും. എനിക്ക് അത് മതി. അച്ഛൻ വിഷമിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ കുഴപ്പമില്ല. ഞാൻ ചെറിയതായിട്ടൊന്ന് ആഗ്രഹിച്ചു. എനിക്കത് കണ്ടപ്പോ ഇങ്ങനെ തോന്നി. പക്ഷെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സിറ്റുവേഷൻ കണ്ട് ഞാൻ പെരുമാറണായിരുന്നു. കുഴപ്പമില്ല, വേണ്ട. അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം അച്ഛാ. അച്ഛാ ഐ ലവ് യു അച്ഛാ. ശരി, കുഴപ്പമില്ല അച്ഛൻ. എനിക്കറിയാം. വേണ്ട അച്ഛൻ. മോളെ പിങ്കി, മക്കളെ വിഷമിക്കാതെ മോളെ. കുഴപ്പമില്ല അച്ഛാ. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചൊരു പ്രവൃത്തിയായി. മോളെ ഇങ്ങനെയൊന്നും പറയല്ലോ. അർഹതയില്ലാത്ത ആര് പറഞ്ഞു? ഓക്കെ, ഷൂ വാങ്ങിക്കാൻ 3000 രൂപ അച്ഛൻ തരും. അച്ഛൻ കൊടുക്കും. ചുമ്മാ മോളെ. മോള് പിടി. മോള് നല്ല ഒരു കാര്യം ചെയ്യും. ഇതാ ഈ 500 രൂപ കൊടുത്തു. 3500 വെച്ചോ. മോള് നല്ല ബ്രാൻഡഡ് ഷൂ വാങ്ങിച്ച് കൂട്ടുകാരുടെ മുമ്പിൽ നല്ല സ്റ്റൈലായിട്ട് നടക്കും കേട്ടോ. മോള് വിഷമിക്കരുത്. പിന്നെ 500 രൂപയ്ക്ക് പോക്കറ്റ് മണി ആയിട്ട് വെച്ച്, അല്ലെങ്കിൽ ബേക്കറി ചെന്നിട്ട് മോക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു കഴിക്കും. ഷാർജയും ഐസ്ക്രീം എന്താന്ന് വെച്ചാ. മോള് സങ്കടപ്പെടല്. മോള് സങ്കടപ്പെടല്. മോള് കരച്ചിൽ നിർത്ത്. അച്ഛന് വിഷമാവും. ചെല്ലു കേട്ടോ. നല്ല ഭംഗിയുള്ള ഷൂ വാങ്ങിച്ചു കൂട്ടുകാരുടെ മുമ്പിലിട്ടു. ഒപ്പിച്ചെടുത്തത് കണ്ടോ? തുറന്നോക്കില്ല, അങ്ങനെ അടച്ചു വെക്കി. ഈ ചെറുപ്പം ചെയ്യാനാ? നീ ഒപ്പിച്ചല്ല അച്ഛൻ്റെ അർത്ഥയ്ക്ക് ഉപ്പയ്ക്കൊക്കെ പിശുക്കലായി നിന്റെ അച്ഛൻ്റെ അടുത്ത്. അതാണ് ഈ നമ്പറിൽ അച്ഛൻ വീഴുന്നു എനിക്ക് എങ്ങനെ മനസ്സിലായി? അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാലോ. ഞാനും അച്ഛനെ നമ്മളുള്ള ഒരു ഇരിപ്പ് വശം അങ്ങനെയാണ്, മനസ്സിലായി. എന്നാലും നേരെ കൂടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം ജീവിച്ചിട്ട് ഞാൻ ഈ നമ്പർ ഇതുവരെ അടിച്ചിട്ടില്ല. അല്ല, അങ്ങനെ വർഷം ജീവിച്ചു എന്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാക്കാൻ പഠിക്കണം മണി. വേണ്ടോ പഠിക്കുന്നോട്ട് കിട്ടറി കണ്ടാ? അയ്യോ തൊട്ടോ വേണ്ട. സുൽത്താനെ സൽമാഭിയാകും ഞാൻ. അതെ, എനിക്ക് കുറച്ച് ജിമ്മിന് പോകാൻ വേണ്ടിട്ട് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു. ഇവളുടെ ഈ ഒരു നാക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കിയാലോ അച്ഛൻ്റെ അടുത്ത്? പ്രയോഗിച്ച് നോക്ക്. നടക്കുവാണെങ്കിലേ എനിക്കും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് ഞാൻ പിന്നീട് പ്രയോഗിച്ചു നോക്കും. ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. കിട്ടിയാ കൂട്ടി. വളരെ ശ്രദ്ധിക്കണ്ടേ രതീഷേ? ശരി, ഇപ്പൊ ഞാൻ എന്തായാലും ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ? എന്നെ വിളിച്ച് കിട്ടിയെങ്കിൽ രാംകുമാർ സാറിനെ വിളിക്കണ്ടേ? സാറിനെ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. കുഴപ്പമില്ല, ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ എന്നാ ശരി. അതെ അച്ഛാ. എന്ത് മോളെ പറ. അല്ല, ഈ ജിമ്മിലൊക്കെ ഇടാനുള്ള ഡ്രസ്സേ എല്ലാം ചീത്തയായേ. കളറൊക്കെ ഫെയ്ഡ് ആയിട്ട് നല്ലതൊന്നുമില്ല. പിന്നെ അച്ഛന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനൊന്നും അങ്ങ് പറയാത്തത്. എല്ലാം വേണ്ടെന്ന് വെച്ചത്. അത് നന്നായി, വേണ്ടത് വെച്ചല്ലോ.
രവിയേട്ടനെ എന്റെ പച്ചക്കന്റെ മാല ഓർമ്മയില്ലേ? ഏത്? പാലക്ക. പാലക്ക. അത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണേ, അതുപോലത്തെ ഒരു ചുവന്ന മാലയും കൂടി വേണമെന്ന്. പക്ഷെ എനിക്ക് രവിയേട്ടന്റെ അവസ്ഥയൊക്കെ അറിയാലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ആഗ്രഹമൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അതും നന്നായി അല്ലേ? അല്ലേലും മണി, ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിങ്ങനെ വീട്ടിൽ കൂട്ടി വെക്കണ ശരിയല്ല. എന്തിന്? അതെ, മനസ്സിലാക്കാനൊന്നുമില്ല. പിങ്കി പറഞ്ഞത് ന്യായമായ കാര്യം, ജെന്യൂനാണ്. മനസ്സിലായ? അവളുടെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ വില കൂടിയ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവൾക്കൊരു ആഗ്രഹം വരില്ലേ? അത് തെറ്റു പറയാൻ പറ്റൂല. അപ്പൊ അത് ആ മോഹം നമ്മൾ സാധിച്ചു കൊടുത്തു. പക്ഷെ ഇത് അത്യാഗ്രഹമാണ്. അല്ല മണി, നിനക്കിപ്പം ആഭരണത്തിന്റെ ആവശ്യം എന്താണ്? ഉള്ള ആഭരണം തന്നെ നീ ഇവിടെ ഇടുന്നില്ലല്ലോ. നിനക്ക് ആവശ്യത്തിന് ഇല്ലേ? പിന്നെ മോളെ, നിനക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ട്, കണ്ട പുതിയതുപോലെ തോന്നുന്നത് അല്ലേ? അപ്പൊ ഇത് വേണോ? രവിയേട്ടൻ പറഞ്ഞ ശരിയാണ്. അല്ല, അപ്പൊ അച്ഛൻ അവളുടെ സെന്റിയില് വീണതല്ല അല്ലേ? സെന്റിയില് വീണതാ? എടി, ഞാൻ പറഞ്ഞില്ലേ അവളുടെ ആവശ്യം ന്യായമാണ്. അവളുടെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ നല്ല ഇതൊക്കെ ഇട്ട് നോക്കുമ്പോ പക്ഷെ ഇത് അത്യാഗ്രഹമാണ്. മനസ്സിലായ? പിന്നെ കാശ് ഉണ്ടാക്കുന്നവനെ അറിയാം എങ്ങനെ ചെലവാക്കണം. മനസ്സിലായ? നിങ്ങൾ ഏത് കാര്യത്തിലും ആവശ്യമുള്ളതിന് പൈസ ചെലവാക്കുന്നുണ്ട് ആണല്ലോ. അച്ഛനെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് പൈസ ചെലവാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലായ? പക്ഷെ എന്നാലും അച്ഛന് പേര് പിശുക്കൻ. അയ്യോ, പറഞ്ഞു പറഞ്ഞങ്ങ് മോളി പോലെ പോകണല്ലോ. പിശുക്കൻ വിളിക്കുന്നുണ്ടെങ്കിലേ പിശുക്കന്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ല വെറുതെ ആരും പിശുക്കാനൊന്നും വിളിക്കൂല. ഒന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചെറിയ പോയിന്റ് ഉള്ളതുകൊണ്ട് സംഭവിച്ചു പറഞ്ഞു പോവാണ്. അച്ഛാ, യു ആർ ഗ്രേറ്റ്. താങ്ക് യു. ഇപ്പോഴൊക്കെ മനസ്സിലായല്ലേ?